ഫ്രാൻസിസ് പാപ്പ രാജിവെച്ചേക്കുമോ? മാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ച വാർത്താ പ്രചരണങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായിരിക്കുകയാണ്. ബെനഡിക്റ്റോ പാപ്പയുടെ രാജിപ്രഖ്യാപന സമയത്തെ ചില സംഭവങ്ങളുടെ ആവർത്തനമാണ് ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത്. ആഗസ്റ്റിൽ നടക്കുന്ന അസാധാരണ കൺസിസ്റ്ററിയും ലാക്വില സന്ദർശനവുമാണ് അവയിൽ എടുത്തു പറയേണ്ടവ. അനാരോഗ്യ പ്രശ്നങ്ങളാൽ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ നിന്ന് വിരമിച്ചേക്കുമെന്ന പ്രചരണങ്ങൾ മെയ് മാസം ആദ്യം മുതലേ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപിച്ചിരുന്നു. നടക്കുമ്പോഴുള്ള വേദനയും ബുദ്ധിമുട്ടും, വീൽചെയറിൽ പൊതുവേദികളിൽ എത്തിയതും, നിശ്ചയിക്കപ്പെട്ടിരുന്ന പേപ്പൽ സന്ദർശനങ്ങൾ റദ്ദാക്കിയതുമെല്ലാം വാർത്താ പ്രചരണങ്ങൾക്ക് കാരണമായി. വത്തിക്കാന്റെ ഭാഗത്തുനിന്ന് ഒരു വിധത്തിലുള്ള സൂചനയുമില്ലാത്ത പ്രസ്തുത അഭ്യൂഹങ്ങൾക്ക് വീണ്ടും വേഗത കൂട്ടിയിരിക്കുകയാണ് പാപ്പയുടെ അപ്രതീക്ഷിതമായ ലാക്വില സന്ദർശനവും ആഗസ്റ്റിലെ കൺസിസ്റ്ററി യോഗവും. പേപ്പൽ സ്ഥാനത്തു നിന്നും വിരമിച്ച സെലസ്റ്റിൻ അഞ്ചാമൻ പാപ്പ വെറും 5 മാസം നീണ്ട പേപ്പൽ കാലയളവിൽ സഭയ്ക്ക് സമ്മാനിച്ച സെലസ്റ്റീനിയൻ ഫൊർഗീവനസ് എന്ന ദണ്ഡവിമോചന ആചരണത്തിന് വിശുദ്ധവാതിൽ തുറക്കുന്ന തിരുക്കർമ്മം നിർവഹിക്കാനാണ് പാപ്പ ലാക്വില സന്ദർശിക്കുന്നത്. സെലസ്റ്റിൻ അഞ്ചാമൻ പാപ്പയുടെ കല്ലറയിലും ഫ്രാൻസിസ് പാപ്പ സന്ദർശനം നടത്തും. സ്ഥാനത്യാഗം ചെയ്ത എമിരറ്റസ് ബെനഡിക്റ്റ് 16 പാപ്പയും വിരമിക്കുന്നതിനു മുൻപ് ലാക്വിലയിൽ സന്ദർശനം നടത്തിയിരുന്നു എന്നതാണ് ഫ്രാൻസിസ് പാപ്പ വിരമിച്ചേക്കുമെന്ന വാർത്താ പ്രചരണത്തിനുള്ള മറ്റൊരു കാരണം. ഓഗസ്റ്റ് 27 ചേരുന്ന കൺസിസ്റ്ററിയിൽ വെച്ച് 21 കർദിനാൾമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് മാസത്തിൽ കൺസിസ്റ്ററി യോഗം ചേർക്കുന്ന പതിവില്ലാത്തതും എമിരറ്റസ് പാപ്പ ആദ്യമായി സ്ഥാനത്യാഗ പ്രഖ്യാപനം നടത്തിയത് കർദിനാൾ സംഘത്തിന്റെ യോഗത്തിൽ വെച്ചായിരുന്നു എന്നതും ഫ്രാൻസിസ് പാപ്പയുടെ സ്ഥാനത്യാഗ അഭ്യൂഹങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. അതേസമയം ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിലും മുറപ്രകാരമുള്ള പേപ്പൽ കാര്യപരിപാടികളിൽ മുടക്കം വരുത്താതെയും പേപ്പൽ കടമകൾ അഭംഗുരം തുടരുകയും ചെയ്യുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ഭാഗത്തുനിന്നും അഭ്യൂഹങ്ങളെ ശരിവെക്കുന്ന ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത.